ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഹിന്ദു മഹാസഭയുടെ പ്രഖ്യാപനം. കോൺഗ്രസ് 10-25 കൊല്ലമായി പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് അതെന്ന് എഴുത്തുകാരി KR മീരയുടെ പ്രതികരണം. KR മീരയുടെ വാക്കുകൾ കോൺഗ്രസ് അനുകൂലികളുടെ സമനില തെറ്റിച്ചു. വല്ലാതെ ഹാലിളകിത്തുള്ളുന്ന അവരോട് പഞ്ചാബ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഗോപാൽ ദാസ് ഖോസ്ലെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. ഗാന്ധിജിയെ വധിച്ച കേസിൽ സവർക്കറെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ല? വിചാരണ കോടതി ശിക്ഷിച്ച ഗാന്ധി വധക്കേസ് പ്രതികളുടെ അപ്പീൽ പരിഗണിച്ച പഞ്ചാബ് ഹൈക്കോടതിയിലെ 3 അംഗ ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് GD ഖോസ്ലെ. മർഡർ ഓഫ് മഹാത്മ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. മറ്റു പ്രതികളുടെ അപ്പീൽ പരിഗണിക്കവെയാണ് സവർക്കറെ വെറുതെ വിട്ട വിധിക്കെതിരെ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ല എന്ന് ജസ്റ്റിസ് ചോദിച്ചത്. ഇന്ന് വരെ ആ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടില്ല. വിചാരണ കോടതിയാണല്ലോ സവർക്കറെ വെറുതെ വിട്ടത്. അതിനു മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് സവർക്കറെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അന്ന് പ്രോസിക്യൂഷൻ അപ്പീൽ പോയില്ല? ഗാന്ധിജിയുടെ ആത്മാവിനെ തുടച്ചു നീക്കാൻ പദ്ധതിയിട്ട പ്രതിയെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ആരൊക്കെയാണ് ചരട് വലിച്ചത്? ഗാന്ധി വധം സംഭവിക്കുമ്പോൾ നെഹ്റു മന്ത്രിസഭയിലെ വാണിജ്യകാര്യ മന്ത്രിയായിരുന്നു ഹിന്ദു മഹാസഭയുടെ മുൻ അധ്യക്ഷൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടാണ് KR മീരയ്ക്കെതിരെ കോമരം തുള്ളുന്നതെങ്കിൽ അത് കാണാൻ ഒരു ചേലുണ്ട്. VD സവർക്കർക്കെതിരെ ഗാന്ധി വധക്കേസിൽ മാപ്പുസാക്ഷി ഉണ്ടായിരുന്നു. പേര് ദിഗംബർ ബാഗ്ഡെ. ഗാന്ധിജിയെയും നെഹ്റുവിനെയും സുഹ്രവാഡിയെയും അവസാനിപ്പിക്കണമെന്ന് ഗോഡ്സെക്കും നാരായണൻ ആപ്തെക്കും സവർക്കർ നിർദ്ദേശം നൽകുന്നത് താൻ കേട്ടു എന്നാണ് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഗ്ഡെയുടെ മൊഴി. സത്യസന്ധനായ സാക്ഷിയായി ബാഗ്ഡെയെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും സവർക്കർ ശിക്ഷിക്കപ്പെട്ടില്ല. സവർക്കറെ ഗാന്ധി വധക്കേസിൽ നിന്ന് രക്ഷിക്കാൻ അന്നത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു എന്നാരോപിച്ചത് ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയാണ്. ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ നിരോധിച്ച സർദാർ പട്ടേലിന്റെ പടുകൂറ്റൻ പ്രതിമ സ്ഥാപിക്കാൻ നരേന്ദ്രമോദി മുൻകൈയെടുത്തത് വെറുതെയല്ല. എങ്ങനെയാണ് ഗാന്ധി വധക്കേസിൽ നിന്ന് സവർക്കർക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുത്തത്? സവർക്കറുടെ പേരിൽ ചുമത്തപ്പെട്ടത് ഗൂഢാലോചന കുറ്റമാണ്. പക്ഷെ അത് തെളിയിക്കണമെന്ന് പ്രോസിക്യൂഷന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയെയും നെഹ്റുവിനെയും അവസാനിപ്പിക്കാൻ സവർക്കർ ഗോഡ്സെക്കും നാരായണൻ ആപ്തെക്കും നിർദ്ദേശം നൽകുന്നത് താൻ കേട്ടു എന്നായിരുന്നല്ലോ മാപ്പുസാക്ഷിയുടെ മൊഴി. പക്ഷെ ആ മൊഴി സാധൂകരിക്കാൻ മറ്റൊരു സാക്ഷിയെയും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ ഹാജരാക്കിയില്ല. ഗോഡ്സെയും ആപ്തെയും മറ്റു പ്രതികളും താനും തമ്മിൽ 1 കൊല്ലമായി ഒരു കൂടിക്കാഴ്ചയും ഇല്ലെന്നായിരുന്നു സവർക്കർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന 2 മൊഴികളുണ്ട്. ഒന്ന് സവർക്കറുടെ സെക്രട്ടറി ഗജാനനൻ ഡാംലെയുടേത്. 2 സവർക്കറുടെ അംഗരക്ഷകൻ അപ്പ കസറിൻ്റേത്. 1948 മാർച്ച് 4 അന്വേഷണ സംഘത്തലവൻ ജംഷദ് നാഗർവാല ഇരുവരെയും ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1948 ജനുവരി മധ്യത്തിൽ ഗോഡ്സെയും ആപ്തെയും സവർക്കറെ സന്ധിച്ചിരുന്നു എന്ന് അപ്പ കസർ മൊഴി നൽകിയിട്ടുണ്ട്. 1948 ജനുവരി 23-നോ 24-നോ ഇരുവരും വീണ്ടും സവർക്കർ സദനിൽ എത്തിയിരുന്നുവെന്നും അരമണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ച നടത്തിയെന്നും അപ്പ കസർ നൽകിയ മൊഴിയിലുണ്ട്. പക്ഷേ ഇരുവരെയും പ്രോസിക്യൂഷൻ സാക്ഷികളാക്കിയതേയില്ല. ഈ മൊഴികൾ വിചാരണ കോടതിയുടെ മുന്നിൽ എത്തിയതുമില്ല. 1948 ഫെബ്രുവരി 27-ന് സർദാർ പട്ടേൽ ജവഹർലാൽ നെഹ്റുവിന് എഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു: സവർക്കർ നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ഹിന്ദു മഹാസഭയുടെ മതഭ്രാന്ത സംഘമാണ് ഗൂഢാലോചന നടത്തിയതും കൃത്യം നടപ്പിലാക്കിയതും. അന്വേഷണത്തിൽ അക്കാര്യം സംശയാതീതമായി തെളിഞ്ഞതുകൊണ്ടാണല്ലോ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയെ അക്കാര്യം അറിയിച്ചത്. ഗാന്ധിവധത്തിൽ സവർക്കറുടെ പങ്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. എന്നിട്ടും പ്രോസിക്യൂഷൻ ആ ഭാഗം കോടതിയിൽ ഉഴപ്പി. അതെങ്ങനെ സംഭവിച്ചു? ഒരു വശത്ത് സവർക്കർക്ക് വേണ്ടി ശ്യാമപ്രസാദ് മുഖർജിയുടെ സമ്മർദ്ദം, മറുവശത്ത് സവർക്കറെ രക്ഷപ്പെടുത്തിയാൽ ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടുമെന്ന പട്ടേലിന്റെയും കൂട്ടരുടെയും സിദ്ധാന്തം. ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ മാത്രമുള്ള ഒരു മീറ്റിംഗിൽ സർദാർ പട്ടേൽ ഇങ്ങനെ ചോദിച്ചു അത്രേ: മുസ്ലിങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കെതിരാണ്. സവർക്കർ ശിക്ഷിക്കപ്പെട്ടാൽ ഹിന്ദുക്കളും നമുക്കെതിരാകും. അത് വേണമോ? അന്നത്തെ ഭരണ നേതൃത്വം ഈ നിലപാട് വിഴുങ്ങിയതിന്റെ ഫലമാണ് സവർക്കർ ഗാന്ധി വധക്കേസിൽ നിന്ന് നിസ്സാരമായി ഊരിപ്പോയത്. 1948 മെയ് 4-ന് പട്ടേലിന് എഴുതിയ കത്തിൽ ശ്യാമപ്രസാദ് മുഖർജി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു: മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ, അതായത് സവർക്കറുടെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വളരെ വലുതാണ്. അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകളില്ലെങ്കിൽ ഈ പ്രായത്തിൽ കൊലപാതക ഗൂഢാലോചന കുറ്റം ചുമത്താൻ പാടില്ല. ഞാൻ ആ കാര്യം നിങ്ങളുടെ തീരുമാനത്തിന് വിടുന്നു.
മുഖർജിയുടെ ഈ കത്തിന് മെയ് 6 പട്ടേൽ മറുപടി നൽകി. അതിലിങ്ങനെയാണ് പറഞ്ഞത്: നിയമത്തിന്റെയും നീതിയുടെയും വീക്ഷണത്തിൽ മാത്രമേ സവർക്കറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും രാഷ്ട്രീയ പരിഗണനകൾ കണക്കിലെടുക്കരുതെന്നും താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി എന്നുമായിരുന്നു പട്ടേലിന്റെ മറുപടി. ആ മറുപടിയിലെ 2 വാചകങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. I have also told them that if they come to the view that Savarkar should be included, the papers should be placed before me before action is taken. സവർക്കറെ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് ആ രേഖകൾ എൻ്റെ മുമ്പാകെ വെക്കണമെന്ന് ഞാൻ അവരോട്, അതായത് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയ കത്തിലെ വാചകങ്ങളാണ്. സവർക്കറെ ഏത് വിധേനയും ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അന്നത്തെ പ്രബലരായ നേതൃത്വം തീരുമാനമെടുത്തിരുന്നു എന്ന് വ്യക്തമാണ്. വിചാരണ കോടതിയിൽ കേസ് ഉഴപ്പിയതും അപ്പീലിന് പോകാത്തതുമെല്ലാം അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്ന് വ്യക്തം. അക്കാര്യം ബോധ്യമുള്ളതുകൊണ്ടാണ് വിചാരണ കോടതിയിൽ സവർക്കറുടെ കേസ് ഉഴപ്പാൻ പ്രോസിക്യൂഷന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന് തുഷാർ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഗാന്ധി വധ ഗൂഢാലോചന കേസിൽ നിന്ന് സവർക്കറെ രക്ഷിച്ചതിന് സർദാർ പട്ടേൽ പ്രതീക്ഷിച്ച പ്രതിഫലം എന്തായിരുന്നു? കോൺഗ്രസിന് RSSന്റെ സമ്പൂർണ്ണ പിന്തുണ. ആ പിന്തുണ RSS സർസംഘചാലക് MS ഗോൾവാൾക്കർ പട്ടേലിന് വാഗ്ദാനവും ചെയ്തിരുന്നു. ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കുന്നതിലും മാതൃരാജ്യത്തെ അജയ്യമാക്കുന്നതിലും നിങ്ങളോട് സഹകരിക്കാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരും തുടക്കം മുതൽ പരിശ്രമിക്കുന്നു എന്നാണ് ഗോൾവാൾക്കർ പട്ടേലിന് എഴുതിയ ഒരു കത്തിലെ പരാമർശം. ഈ കത്തിന് 1948 സെപ്റ്റംബർ 11 പട്ടേൽ മറുപടി എഴുതി. അതിൽ ഗോൾവാൾക്കറോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ നിർണായകമായ മണിക്കൂറിൽ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിനും പഴയ വഴക്കുകൾക്കും സ്ഥാനമില്ല. കോൺഗ്രസിൽ ചേർന്നാൽ മാത്രമേ RSSകാർക്ക് അവരുടെ ദേശസ്നേഹ പ്രയത്നം തുടരാനാകൂ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. 1948 സെപ്റ്റംബർ 26 പട്ടേൽ വീണ്ടും ഗോൾവാൾക്കർക്ക് എഴുതി: പുതിയ സാങ്കേതിക വിദ്യയും നയങ്ങളും സ്വീകരിക്കാൻ സംഘത്തെ സജ്ജമാക്കണമെന്നാണ് നിങ്ങളോടുള്ള എൻ്റെ നിർദ്ദേശം. ആ പുതിയ സാങ്കേതികതയും പുതിയ നയവും കോൺഗ്രസിന്റെ ചട്ടങ്ങൾക്കനുസൃതമായി മാത്രമേ സാധ്യമാകൂ. ഈ കത്തിടപാടുകളുടെ അവസാനമാണ് ജവഹർലാൽ നെഹ്റു കോമൺവെൽത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിദേശത്ത് പോയ തക്കം നോക്കി കോൺഗ്രസിൽ അംഗത്വമെടുക്കാൻ സർദാർ പട്ടേൽ RSSകാരെ ക്ഷണിച്ചത്. എന്നാൽ അങ്ങനെ ഒരു നീക്കത്തിന് കോൺഗ്രസ് തുനിയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന നിലപാടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്. അതുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം ഈ നിർദ്ദേശം പിൻവലിക്കപ്പെട്ടു. എന്നാൽ ഗാന്ധി വധക്കേസിൽ പ്രതിയായ സവർക്കറെ മുൻനിർത്തി അക്കാലത്തെ ഏറ്റവും ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ RSS നേതൃത്വവുമായി വിലപേശൽ നടത്തിയിരുന്നു എന്ന യാഥാർത്ഥ്യം ആർക്കും നിഷേധിക്കാനാവില്ല. RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും തീവ്ര ഹിന്ദുത്വ നിലപാടിനെ അനുകൂലിക്കുന്ന പ്രബലമായ ഒരു സംഘം അക്കാലത്ത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുണ്ടായിരുന്നു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച സർവമത സാഹോദര്യമൊന്നും അവരുടെ രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമേ ആയിരുന്നില്ല. KR മീര ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ കോൺഗ്രസ് 10-75 കൊല്ലമായി ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം എന്നൊരു പരാമർശത്തിന്റെ പേരിലാണല്ലോ അവർ ആക്രമിക്കപ്പെടുന്നത്. ചരിത്ര വസ്തുതകളുടെ പിന്തുണ KR മീരയ്ക്കുണ്ട് എന്ന് വിമർശകർ ഓർക്കണം. ഒരു ഉദാഹരണം പറയാം. സംഘപരിവാർ വ്യാപകമായി ഇപ്പോൾ ഇന്ത്യയിൽ മുഴക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്: അയോധ്യ ബാബറി സിർഫ് ജാൻകി ഹേ, കാശി മധുര ബാക്കി ഹേ. ബാബറി മസ്ജിദ് തുടക്കം മാത്രം, ഇനി മധുരയും കാശിയും. ഈ മുദ്രാവാക്യത്തിന്റെ പേറ്റന്റ് യഥാർത്ഥത്തിൽ ആർക്കാണ്? സംഘപരിവാറിനാണോ? അല്ല. അയോധ്യയ്ക്ക് പിന്നാലെ കാശിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികളുടെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ആദ്യം ഉയർത്തിയത് ദാവൂദ് ദയാൽ ഖന്ന എന്ന കോൺഗ്രസ് നേതാവാണ്. 1983 ഉത്തർപ്രദേശിലെ മുസാഫിർ നഗറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഹിന്ദു മഹാസമ്മേളനത്തിൽ ദാവൂദ് ദയാൽ ഖന്ന അവതരിപ്പിച്ച പ്രമേയത്തിലെ ആവശ്യമായിരുന്നു ഇത്. കോൺഗ്രസ് നേതാവും UPയിൽ 2 തവണ മന്ത്രിയും മുറാദാബാദ് MLAയുമായിരുന്നു ദാവൂദ് ദയാൽ ഖന്ന. ആ സമ്മേളനത്തിൽ അധ്യക്ഷന്റെ കസേരയിലിരുന്നത് 2 തവണ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ ഗുൽസാരിലാൽ നന്ദ എന്ന ഉന്നതനായ കോൺഗ്രസ് നേതാവായിരുന്നു. ഖന്ന ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സംഘപരിവാറിന്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു ആവശ്യമോ ചിന്തയോ ഉണ്ടായിരുന്നില്ല. ഒരു പ്രമേയത്തിൽ മാത്രം ഒതുങ്ങിയില്ല ദാവൂദ് ദയാൽ ഖന്ന. അയോധ്യയിലും വാരണാസിയിലും മധുരയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് 1983 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ദാവൂദ് ദയാൽ ഖന്ന കത്തെഴുതി. തുളസീദാസിന്റെ 20-ാം നൂറ്റാണ്ടിലെ അവതാരം എന്ന് സ്വയം വാഴ്ത്തിപ്പാടിയ നേതാവാണ് ദാവൂദ് ദയാൽ ഖന്ന. ഈ കോൺഗ്രസ് നേതാവ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തീപ്പൊരി നേതാവായി. കോൺഗ്രസുകാരനായ ദാവൂദ് ദയാൽ ഖന്ന ഉന്നയിച്ച ആവശ്യം
പിന്നീടാണ് RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ഏറ്റെടുത്തതും തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായതും. അതായത് കോൺഗ്രസ് പണിത് മൂർച്ച കൂട്ടി തലങ്ങും വിലങ്ങും ഉപയോഗിച്ച ആയുധം അങ്ങനെ സംഘപരിവാറിന്റെ കൈകളിലെത്തുകയായിരുന്നു. അയോധ്യയിൽ ബാബറി പള്ളി തകർത്ത ചരിത്രം നോക്കിയാലും ആ സംഭവങ്ങളുടെ ഒക്കെ തുടക്കത്തിൽ നമുക്ക് കോൺഗ്രസിനെ കാണാം. 1949 ഡിസംബർ 22-നാണ് ബാബറി മസ്ജിദിനുള്ളിൽ സീതയുടെയും രാമന്റെയും വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ നേതാവ് ബാബ രാഘവ് ദാസ്. അന്നത്തെ ഫൈസാബാദ് MLA ആയിരുന്നു ബാബ രാഘവ് ദാസ്. വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തിയവരെ അറസ്റ്റ് ചെയ്യാനും വിഗ്രഹങ്ങൾ സരയൂ നദിയിലെറിയാനും പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം അന്നത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോവിന്ദ വല്ലഭ പന്ത് തള്ളിക്കളഞ്ഞു. സവർക്കർ ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരുടെ കൂട്ടത്തിലും ഗോവിന്ദ വല്ലഭ് പന്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. 1989 തർക്കഭൂമിയിൽ സംഘപരിവാർ തീവ്രവാദികൾക്ക് ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത് UP-യിലെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി. 3 തവണ UP മുഖ്യമന്ത്രിയും പിന്നീട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും ഒട്ടേറെ തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന ND തിവാരി 91-ാം വയസ്സിൽ ഭാര്യയോടും മകനോടുമൊപ്പം BJP-യിൽ ചേർന്നു എന്നും ഓർക്കുക. 1992 ബാബറി മസ്ജിദ് പൊളിക്കാൻ മൗനാനുവാദം നൽകിയത് പ്രധാനമന്ത്രി നരസിംഹറാവു. സർവമത സാഹോദര്യം എന്ന മഹാത്മജിയുടെ ആദർശത്തിന് എന്തെങ്കിലും വില കോൺഗ്രസ് നൽകിയിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് ഇന്നും അയോധ്യയിൽ നിലനിൽക്കുമായിരുന്നു. ഹിന്ദുത്വ വിധ്വംസക ശക്തികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് കീഴടങ്ങിയതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന സംഘപരിവാർ ആധിപത്യം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ ഗുൽസാരിലാൽ നന്ദയും ബാബ രാഘവ് ദാസും ഹനുമന്ത് പ്രസാദ് പൊദ്ദറും ദാവു ദയാൽ ഖന്നയും ഒക്കെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലഘുലേഖകളിൽ വാഴ്ത്തിപ്പാടപ്പെടുന്നത്. മഹാത്മാഗാന്ധി പ്രാണനേക്കാൾ പ്രാധാന്യം നൽകിയ സർവമത സാഹോദര്യത്തിനും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും ഈ കോൺഗ്രസ് നേതാക്കൾ എന്തു വിലയാണ് നൽകിയത് എന്ന് KR മീരയെ വിമർശിക്കുന്നവർ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഈ ലജ്ജാകരമായ ഏടുകളിലാണ് KR മീരയുടെ വിമർശനം ചെന്ന് തറയ്ക്കുന്നത്. ഗാന്ധി വധ ഗൂഢാലോചന കേസിൽ നിന്ന് സവർക്കറെ ഒഴിവാക്കുന്ന കാര്യത്തിലായാലും ബാബറി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം സ്ഥാപിച്ച കാര്യത്തിലായാലും തീവ്ര ഹിന്ദുത്വ ശക്തികളും കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗവും തമ്മിൽ ഏകോദര സഹോദര ബന്ധമായിരുന്നു എന്നത് വ്യക്തമാണ്. ഉത്തരേന്ത്യയിൽ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് ഒഴുകുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ഒന്ന് മറ്റൊന്നിനെ പൂരിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും വിധം രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസും സാംസ്കാരിക രംഗത്ത് RSSും സഹകരിക്കണമെന്നും അതിന് ഞാൻ എൻ്റെ കൈകൾ നീട്ടുന്നു എന്നുമാണ് ഗോൾവാൾക്കർ 1948 നവംബർ 5-ന് സർദാർ പട്ടേലിന് എഴുതിയ കത്തിൽ വാഗ്ദാനം ചെയ്തത്. രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിനെ സംഘപരിവാർ സമ്പൂർണമായി വിഴുങ്ങുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. കോൺഗ്രസിനെതിരെ നടത്തിയ ചെറിയൊരു വിമർശനത്തിൽ പ്രകോപിതരായി ഇന്ന് KR മീരയ്ക്കെതിരെ തുള്ളി ഉറയുന്നവരെയും നാളെ നാം ചിലപ്പോൾ കാണുക സംഘപരിവാർ പാളയത്തിലായിരിക്കും.